സിമ്പിളായിട്ട് മാറ്റുന്നത് വെച്ചാൽ മഹാദേവന് അഭയം പ്രാപിക്കുക. തുമ്പപ്പൂ കൊണ്ട് തിങ്കളാഴ്ച തോറും സ്വയംവര പുഷ്പാഞ്ജലി കഴിച്ചാൽ ഏത് നടക്കാത്ത വിവാഹം നടക്കും. കണ്ടുപിടിക്കണം, തുമ്പച്ചെടി കണ്ടുപിടിച്ച് നട്ടുവളർപ്പിക്കണം. എത്രയോ ഫ്ലാറ്റുകൾക്ക് ഞാൻ കൊണ്ടു കൊടുത്തണം തുമ്പപ്പൂ. ഈ തുമ്പപ്പൂവിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞപ്പോൾ വ്യത്യാസം വരില്ല. തുമ്പപ്പൂവിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കേസ് ഇപ്പോൾ ഒരു കേസ് കുടുങ്ങിക്കിടക്കുകയാണ്, ജയിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. ഈ വിഷം നിർവീര്യമാക്കുന്ന അതെ അത് തന്നെ. ഇപ്പോൾ മുക്കൂറ്റിക്ക് ഔഷധ ഗുണം കൂടാതെ വിദേശ ജോലികളിൽ ജോലി തടസ്സങ്ങളൊക്കെ മാറാൻ നല്ലത് മുക്കൂറ്റി. പൂർവികമായിട്ട് ഒരുപാട് പൂർവിക ദോഷങ്ങളൊക്കെ ഉള്ള നമ്മുടെ കുടുംബത്തിൽ ദോഷങ്ങളും സർപ്പദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കൂല, നടക്കൂല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേദദോഷമൊക്കെ, രഞ്ജുദോഷം എന്ന് പറയുമ്പോൾ രഞ്ജിപ്പുരുത്തം ഇല്ലായ്മ, അതായത് ഭരണീപൂരം, പൂരാടം, പൂയമ്മനിടം, ഉത്രട്ടാതി പരസ്പരം കല്യാണം കഴിച്ചുകൂടാ. അപ്പം ചിലപ്പോൾ ഇവരെ ഇഷ്ടമായിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അപ്പോൾ എന്ത് വെച്ചാൽ ജാതകമാണ് ബേസ്. അമ്മ ഈ വശ്യപ്രയോഗങ്ങൾ, വശ്യം അതുപോലെ തന്നെ എന്താണ് ആകർഷിക്കുക, കാമേശ്വര പൂജ, അങ്ങനത്തെ പൂജയൊക്കെ ഉണ്ട്. അതിലേക്ക് അത് നല്ല വിവരങ്ങൾ ആൾക്കാരുടെ അടുത്ത് കൊടുക്കണം. ആദ്യം തന്നെ തകിടിനെ ശുദ്ധീകരിക്കണം, പഞ്ചഗവ്യം ശുദ്ധീകരിച്ച്. അമ്മ ഈ വശ്യപ്രയോഗങ്ങൾ, വശ്യം അതുപോലെ തന്നെ എന്താണ് ആകർഷിക്കുക, മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല കർമ്മങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല ആളുകളും പറയും എനിക്കിപ്പോൾ ഇന്ന ആളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ അടുത്തേക്ക് എത്തിപ്പെടണം, അതിന് വശ്യം ഉണ്ട്. അപ്പോൾ പല പരസ്യങ്ങളും കാണാം, നമ്മൾക്ക് എന്താണ് വശ്യപ്രയോഗം ചെയ്തു കൊടുക്കും, ഏറ്റവും നന്നായി വശ്യപ്രയോഗം നടത്തും എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ കാണാറുണ്ട്. അപ്പം ഈ വശ്യപ്രയോഗം എന്ന് പറയുന്നത് എത്രത്തോളം സത്യമാണ്, അല്ലെങ്കിൽ അത് എല്ലാവർക്കും അങ്ങ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അതിൻ്റെ ഒരു കാര്യങ്ങളെ പറ്റി ഒന്ന് പറയാമോ? വശ്യപ്രയോഗം നമുക്ക് പഠിക്കണം. അത് വശ്യപ്രയോഗമൊക്കെ ഉണ്ട്, പക്ഷെ അത് ചീത്ത രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുകയാണ് കുട്ടികളൊക്കെ ആയിട്ട്. ഇതിലിപ്പോൾ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരു നീരസം വരിക, അല്ലെങ്കിൽ വേറൊരു ബന്ധത്തിൽ പെടുക, ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോൾ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഭർത്താവായാലും ഭാര്യയായാലും സാധാരണ ആണുങ്ങളെ കൂടുതൽ പോവാറ്. അപ്പോൾ വന്ന് കരയാണ്, അയ്യോ എൻ്റെ ഭർത്താവ് ഞങ്ങൾ സ്നേഹമായിട്ട് ജീവിച്ചു, ഒരു കുടുംബമായിട്ട് ജീവിച്ചത് ഇപ്പം ഇങ്ങനെയൊക്കെയാണ്, എന്ത് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക. മിക്കവാറും അവർ ജാതകത്തിൽ പ്രശ്നം ഉണ്ടാവും, അതാണ് അങ്ങനെ പോണത്, അല്ലാണ്ട് പോവില്ല. ജാതകമാണ് ബേസ്. അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അപ്പോഴത്തെ ഗ്രഹനിലയും കാര്യങ്ങളൊക്കെ നോക്കി സമയമൊക്കെ നോക്കുമ്പോൾ അപ്പോൾ നമുക്കതിന് പരിഹാരം ചെയ്ത് കൊടുക്കും. പരിഹാരം ചെയ്യേണ്ട വശ്യമഷി, വശ്യചൂർണം ഇതൊക്കെ ഉണ്ട്, ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആവും. പിന്നെ വശ്യ മന്ത്രങ്ങളുണ്ട്, അതൊക്കെ പരിധിവരെ അതൊക്കെ ശരിയാവും. അത് വിശ്വാസം വേണം, വിശ്വാസത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഭർത്താവ് പിണങ്ങിപ്പോയി, 2 കൊല്ലമായി പോയിട്ട് 10 കൊല്ലമായിട്ട് ഭർത്താവ് വരാത്ത ആൾക്കാർക്ക് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരറിവുമില്ല, എന്ത് ചെയ്യും? അപ്പം നമ്മളതിൻ്റെ ചെറിയ ഇതൊക്കെ ചെയ്ത് കൊടുത്ത് ഒരാഴ്ചയില്ല, പിറ്റേ ദിവസം ഭർത്താവ് വന്നു. ഈ ഭർത്താവും ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അത് അവർക്ക് വിശ്വാസമുണ്ട്, വിശ്വാസം വേണം. അത് എന്നിട്ടും നമ്മൾ നടന്നില്ലെങ്കിലാണ് പിന്നെ കാമേശ്വര പൂജ, അങ്ങനത്തെ പൂജയൊക്കെ ഉണ്ട്. അതിലേക്ക് അത് നല്ല വിവരമുള്ള ആൾക്കാരുടെ അടുത്ത് കൊടുക്കണം, നല്ല വിവരവും അറിവുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കണം, നല്ല പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാവും. വശ്യം സാധാരണയായിട്ട് നോർമലായിട്ട് ഈ ചൂർണ്ണങ്ങളും ഇതൊക്കെ കൊടുത്താൽ ശരിയാവാറുണ്ട്. അതിന് കുങ്കുമമുണ്ട്, ചൂർണ്ണമുണ്ട്, പിന്നെ വശ്യതിലകമുണ്ട്, വശ്യമഷിയുണ്ട്, അതൊക്കെ കൊടുക്കുമ്പോൾ ശരിയാവാറുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളെ അനാവശ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം പറയും നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വശീകരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമൊക്കെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ കർമ്മം തന്നെ തിരിച്ചടിക്കില്ലേ? തിരിച്ചടിക്കും, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പം നമ്മുടെ ഭാര്യ കുടുംബം അല്ലെങ്കിൽ അമ്മയും അച്ഛനും അല്ലേ, അങ്ങനെയൊക്കെ നമ്മളിപ്പം അങ്ങനെയൊക്കെ വരികയാണ് ചെയ്യുക. അല്ലാതെ നമ്മൾ ദുരുപയോഗം ചെയ്താൽ എനിക്ക് തിരിച്ചടി ഉറപ്പായിട്ടുണ്ടാവും. ദുരുപയോഗം ചെയ്യാൻ പാടില്ല ഒരിക്കലും. എല്ലാത്തിനും 2 വശമില്ലേ, കത്തി കഷ്ണം മുറിക്കാനും എടുക്കാം, ആളെ കൊല്ലാനും എടുക്കാം. അപ്പോൾ ആളെ കൊല്ലാനെടുക്കുന്നത് നമ്മൾ നിരുത്സാഹപ്പെടുത്തുക. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും. പക്ഷേ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ, അത് തെറ്റല്ലേ, അത് ചെയ്യാൻ പാടില്ല. പിന്നെ ധനത്തിന് വശമുണ്ട്, ധനവശ്യമൊക്കെ ഉണ്ട്, ധനവശ്യം ചെയ്ത് കൊടുക്കും. അതായത് വെള്ളിയുടെ തകിടിൽ ഒരു മന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേക മന്ത്രങ്ങളൊക്കെ എഴുതി ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ 15 ദിവസം അങ്ങനെയൊക്കെ പൂജിച്ച് അതിന് ആദ്യം തന്നെ തകിടിനെ ശുദ്ധീകരിക്കണം, പഞ്ചഗവ്യം ശുദ്ധീകരിച്ച് പൂജിച്ച് അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ധനം ഉണ്ടാവും. ധനം ഉണ്ടാവണമൊക്കെ ഉണ്ട്, ശുദ്ധമായിട്ടൊക്കെ വയ്ക്കണം. പനിനീരിലൊക്കെ ഇട്ട് വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് ധനമൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വശ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മളിപ്പം എന്താണ് ഒരു കുടുംബത്തിൽ പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും സ്വന്തം ഭാര്യയായിട്ട്, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയായിട്ട് ഭാര്യ പിണങ്ങി നിൽക്കുന്നു, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി നിൽക്കുന്നു, മക്കളും മാതാപിതാക്കളും തമ്മിൽ പിണങ്ങി നിൽക്കുന്നു, അങ്ങനെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ വശ്യം ഉപയോഗിക്കാം. അല്ലാതെ വേറൊരു രീതിയിലേക്ക് ഇത് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ?
പിന്നെ നമുക്ക് അവർ മാനസികമായി ചർച്ച മയമ മരുമുള്ള അത് പ്രശ്നമുള്ളത് എപ്പോഴും മിക്കപ്പെടും. അതിനൊക്കെ നമ്മൾ പഞ്ചസാര ഉപ്പൊക്കെ ജപിച്ചു കൊടുക്കും. അതൊക്കെ കഴിച്ചാൽ അവർക്ക് മാറ്റം വരും. കാരണം തെറ്റിദ്ധാരണ ഈഗോയാണ് ഇതൊക്കെ. ഞാൻ ആരെ, ഞാൻ ഇത്ര കാലം ഇവിടെ ചെയ്യുന്നു ഭരിച്ച ആളാണ്, നീ ഇന്നലെ വന്നവളല്ലേ. അപ്പം ഒരിക്കലും ഒക്കെ ചിന്തിക്കരുത്. മയമ എന്ന് ചിന്ത പാടില്ല. മകൾ, എൻ്റെ മകൾ, അവളൊരു പെൺകുട്ടിയല്ലേ, നമ്മുടെ വീട്ടിൽ വന്നതല്ലേ, അവൾക്ക് ഇവിടെ അല്ലേ ആശ്രയമുള്ളൂ. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരുടെ വീട്ടിൽ കലഹം ഉണ്ടാവില്ല, പ്രശ്നമാണ്. ഇപ്പം ഈ വരുന്ന കുട്ടിയും വിചാരിക്കണം എൻ്റെ അമ്മ അവിടെ, ഇതെൻ്റെ അമ്മായിയും, അങ്ങനെ വിചാരിക്കരുത്. എൻ്റെ അമ്മ എൻ്റെ ഭർത്താവിനെ വെച്ച് വളർത്തി ഇതാക്കിയതല്ലേ. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ കലഹത്തിന് പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് മാറ്റാം. ഈഗോ ക്ലഷാണത് സംഭവം വരുന്നത്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ കേരളത്തിലെ യുവാക്കൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ പെണ്ണ് കിട്ടാനില്ല എന്ന് പറയുന്നൊരു പ്രശ്നം. അപ്പം ഈ പല ആളുകൾക്കും പല കാരണങ്ങളുണ്ടായിരിക്കാം. എന്നാലും ജാതക പ്രകാരമൊക്കെ നമ്മുടെ ഈ ആത്മീയപരമായിട്ടുള്ള കാരണങ്ങളാൽ ചില തടസ്സങ്ങളൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഈ കല്യാണമൊക്കെ ആയി ബന്ധപ്പെട്ട്. അപ്പം ഈ വിവാഹ തടസ്സങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ആദ്യം തന്നെ ജാതകം പരിശോധിക്കുക. 7ാം ഭാവം എന്ന് പറയും ജാതകത്തിൽ. 7ാം ഭാവം നിൽക്കുന്ന രാശി, അംശിക്കുന്ന രാശി, അതേതാന്ന് നോക്കാം. ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും നോക്കാം. ലഗ്നാലാണ് കൂടുതൽ നോക്കുക. ലഗ്നം എന്ന് പറഞ്ഞാൽ ശരീരം, ചന്ദ്രൻ മനസ്സ്, ശുക്രൻ ദാമ്പത്യം. അപ്പോൾ അത് നോക്കിയിട്ട് അതിന് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. സിമ്പിളായിട്ട് മാറ്റുന്നത് വെച്ചാൽ മഹാദേവന് അഭയം പ്രാപിക്കുക. തുമ്പപ്പൂ കൊണ്ട് തിങ്കളാഴ്ച തോറും സ്വയംവര പുഷ്പാഞ്ജലി കഴിച്ചാൽ ഏത് നടക്കാത്ത വിവാഹം നടക്കും. അപ്പോൾ തുമ്പപ്പൂ എവിടെയെന്ന് വയ്ക്കും, കണ്ടുപിടിക്കണം. തുമ്പച്ചെടി കണ്ടുപിടിച്ച് നട്ടുവളപ്പിക്കണം. എത്രയോ ഫ്ലാറ്റുകൾക്ക് ഞാൻ കൊണ്ടു കൊടുത്തിരുന്നു തുമ്പപ്പൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ ഇഷ്ടംപോലെ പാടമൊക്കെയാണ്, അവിടെ ഇഷ്ടംപോലെ തുമ്പയുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞാൻ ചെടിയിലൊക്കെ കൊണ്ട് കൊടുത്തിരുന്നു. ഞാൻ കലൂരിൽ നിന്നപ്പോൾ ഇഷ്ടംപോലെ പേർക്ക് കൊടുത്തിരുന്നു. അത് ചെടിച്ചെട്ടി നമ്മൾ തൊട്ട് നടത്തണം. റോസാപ്പൂവും ഓർക്കിഡൊക്കെ നടത്തുമ്പോൾ ഇതിന് നടത്തണം. വട്ട് നട്ട് വളർത്തി അതിന് പൂവുണ്ടാവും. ആ പൂ 2 or 3 പൂവായാലും മതി. അത് കൊണ്ടുപോയി മഹാദേവന് സമർപ്പിച്ച് കഴിഞ്ഞാൽ സ്വയംവര പുഷ്പാഞ്ജലി കഴിക്കണം. ഈ തുമ്പപ്പൂവിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞപ്പോൾ വ്യത്യാസം വരില്ല. തുമ്പപ്പൂവിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കേസ്, ഇപ്പോൾ ഒരു കേസിൽ കുടുങ്ങി കിടക്കണം, ജയിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല, എന്ത് ചെയ്യും? തുമ്പപ്പൂ എടുക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ മഹാദേവന് സമർപ്പിക്കുക. തുമ്പപ്പൂ നിഷ്കളങ്കല്ലേ. എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കുടുംബത്തിൽ ആർക്കാർ കേസ് വെച്ചാൽ അവരെ രക്ഷിച്ച് തരണേന്ന് പ്രാർത്ഥിച്ചാൽ സംഭവം നടക്കും. അത്രയും പവർഫുള്ളാണ് ഈ തുമ്പപ്പൂ. തുമ്പപ്പൂവിന് അത്രയും പവർഫുള്ളാണ്. തുമ്പച്ചെടി നല്ലതാണ്. വയറ് സംബന്ധമായ അസുഖമാണെങ്കിൽ തുമ്പ തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതല്ലേ. ആയുർവേദപരമായിട്ട് നല്ലതാണ്. തുമ്പ മുക്കൂറ്റിയൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. ഈ വിഷം നിർവീര്യമാക്കുന്നു. അതെ അതെ, അത് തന്നെ. ഇപ്പോൾ മുക്കൂറ്റിക്ക് ഔഷധ ഗുണം കൂടാതെ വിദേശ ജോലികളിൽ ജോലി തടസ്സങ്ങളൊക്കെ മാറാൻ നല്ലത് മുക്കൂറ്റി പുഷ്പാഞ്ജലി 12 ദിവസം അടുപ്പിച്ച് ഗണപതിക്ക് കഴിച്ചാൽ ജോലി കിട്ടും. അർഹത വേണം. ഇപ്പോൾ ഒന്നും പഠിക്കാതെ 5ാം ക്ലാസ്സിൽ പഠിച്ചവനിപ്പം ഡോക്ടറാവുന്നത് ഞാൻ പോയി മുക്കൂറ്റി പുഷ്പാഞ്ജലി നടക്കുമോ? ഇല്ല. അപ്പം അവനനുസരിച്ച് ജോലി കിട്ടും. നമ്മൾ എല്ലാത്തിനും അർഹതകളിൽ ചെയ്യാവൂ. ഇപ്പം സാധാരണ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും സുന്ദരിയാന്ന് വെച്ചാൽ നടക്കുമോ? എത്ര മേക്കപ്പ് ഇട്ടാലും ഇത്രയൊക്കെ ആവുള്ളൂ എന്ന് പറഞ്ഞ മാതിരി നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ജോലി ശരിയാവണില്ല, പ്രത്യേകിച്ച് വിദേശ ജോലി. അതിന് മുക്കൂറ്റി പുഷ്പാഞ്ജലി നല്ലതാണ്. ഇതൊക്കെ നമ്മൾ തൊടികൾ നട്ടുപിടിപ്പിച്ചാൽ നല്ലതാണ്. മുക്കൂറ്റി, തുമ്പ, തുളസി ഇതൊക്കെ എപ്പോഴും നല്ലതാണ്. ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന മറ്റ് ഇപ്പം പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങൾ, ഇപ്പം ഭഗവാൻ ശിവനെ പിന്നെ അഭയം പ്രാപിക്കുക എന്നുള്ളതൊന്ന്, മറ്റ് ദേവതാ സങ്കല്പങ്ങൾ ഏതൊക്കെയാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും? അവരുടെ ജാതകത്തിൽ ഇപ്പോൾ 7ാം ഭാവത്ത് ആരാന്ന് നോക്കുക. 7ാം ഭാവത്ത് ദേവിയാണ്. ഈ ദേവീ ക്ഷേത്രങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രം, ഭദ്രകാളിയൊക്കെ ആണെങ്കിൽ ദേവീ ക്ഷേത്രങ്ങളിൽ അപ്പം ഭദ്രകാളിക്ക് ഗണപതി ഹോമം, ഭഗവത് സേവ നടത്തുക. ഒരു 5 വെള്ളിയാഴ്ച നടക്കുമ്പോൾ കല്യാണം വരും. പിന്നെ ഗണപതി ഭഗവാന് പഴം കൊണ്ട് വെള്ളിയാഴ്ച തോറും 11 പഴം, കദളിപ്പഴം മാലയാക്കി ഗണപതി ഭഗവാൻ ചാർത്തുക. 11 വെള്ളിയാഴ്ച ചാർത്തുമ്പോഴേക്കും വിവാഹം നടക്കും. ജാതകം നോക്കണം, സമയമാണോ, ഇപ്പോൾ കഴിക്കുന്ന സമയമാണോ നോക്കിയിട്ട് വേണം ചെയ്യാൻ. കേതുദശയാണെങ്കിൽ ചെയ്തിട്ട് കാര്യമുണ്ടോ? നടക്കൂല. അപ്പോൾ നമുക്ക് നടക്കേണ്ട സമയമാണോ, എല്ലാം ആണ് തികഞ്ഞിരിക്കുക, പക്ഷെ നടക്കണില്ല, അങ്ങനെ വരുമ്പോഴാണ്. പിന്നെ പൂർവിക ദുരിതങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് മാറ്റേണ്ടി വരും. പൂർവികമായിട്ട് ഒരുപാട് പൂർവിക ദോഷങ്ങളൊക്കെ ഉള്ള നമ്മുടെ കുടുംബത്തിൽ ദോഷങ്ങളും സർപ്പദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടത്തൂല, കല്യാണം നടക്കൂല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുഷ്മാണ്ഡ ഹോമം, സുഹൃത ഹോമം, അതുപോലെ തന്നെ നവഗ്രഹ ഹോമം, പിന്നെ കുഷ്മാണ്ഡവും നവഗ്രഹവും സുഹൃത ഹോമം ഇതൊക്കെ ചെയ്ത്, സർപ്പദോഷമാണെങ്കിൽ നാഗേക്ഷിയമ്മയുടെ ദോഷം വരും, അപ്പോൾ സർപ്പരാജഹോമം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിവരമുള്ള ആൾക്കാരെ കൊണ്ട് തിരുമേനിമാർക്ക് ചെയ്യിച്ചാൽ അത് കാര്യം നടക്കും. ഈ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ശിവനും പാർവതി ഒന്നിച്ചിരിക്കുകയല്ലേ.
ഇവിടെ നമ്മുടെ പള്ളിക്കര ചേർത്തലപ്പുറത്തൊരു പള്ളിക്കര അമ്പലമുണ്ട്. അവിടെ ശിവനും പാർവതിയും നിശ്ചരിക്കുക. ഇപ്പം ഈ ദാമ്പത്യപരമായിട്ട് ദോഷങ്ങൾ, രഞ്ജുദോഷം, വേദദോഷമൊക്കെ, രഞ്ജുദോഷം എന്ന് പറയുന്നത് രഞ്ജുപുരുത്തം ഇല്ലായ്മ, അതായത് ഭരണീപൂരം, പൂരാടം, പൂയമ്മനിടം, ഉത്രട്ടാതി, ചിത്തിരാവിട്ടം, മകീരം, ഈ നക്ഷത്രങ്ങളൊക്കെ മധ്യമരഞ്ജുണ്ട്. പരസ്പരം കല്യാണം കഴിച്ചുകൂടാം. അപ്പം ചിലപ്പോൾ ഇവരെ ഇഷ്ടമായിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അപ്പോൾ എന്തെന്ന് വെച്ചാൽ വരാഹ പ്രതിമ, ചെറിയ വരാഹ പ്രതിമയും ഇവരുടെ നീളത്തിൽ നൂലും വാങ്ങിച്ച്, വെള്ളി നൂലും വാങ്ങിച്ച് അവിടെ കൊടുത്ത് കളത്തിൽ ക്ഷേത്രം എന്ന് പറയും. ഞാൻ ഒരുപാട് പേര് വിട്ടിട്ടുണ്ട്. ദാമ്പത്യത്തിൻ്റെ ഉള്ള ദോഷങ്ങളൊക്കെ മാറും. ഷഷ്ടാശ്രമ ദോഷം അതിനൊക്കെ നല്ലതാണ്. അത് ചിലപ്പോൾ ഇഷ്ടമാണ്, ഇതേ കഴിച്ചേ പറ്റുള്ളൂ എന്ന് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ദോഷം തീരാണെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്. നല്ലതാണ്. അതായത് ഇപ്പം ഈ ജാതകത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരവും ഒരു ഭാഗത്തുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അതാണ് അല്ലേ? അതെ.